ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സാഷ് ബൈക്കുകളി. അപ്പം ഞാൻ ഇന്ന് നമ്മളൊരു ചെറിയൊരു യാത്ര പോവുകയാണ്. എങ്ങോട്ടേക്കെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്താണ്, ബാംഗ്ലൂരോട്ട്. റെഡിയാവാം. ഞാൻ ആദ്യം തന്നെ എൻ്റെ കൈ തന്നെ ഉപയോഗിച്ച് ഈ ഒരു കൺസീലർ അങ്ങോട്ട് മുഖത്ത് കൊടുക്കുകയാണ് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ബ്രഷ് എല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചേ. അപ്പോൾ പിന്നെ കുറച്ച് പ്രോഡക്റ്റ്സ് മാത്രമേ ഞാൻ പുറത്ത് വെച്ചോളൂ. ഞാൻ സൺസ്ക്രീം ആദ്യം ഇട്ട് കൊടുത്തു, പിന്നെ കൺസീൽ ചെയ്യാമെന്ന് കരുതി. ഇനി നമുക്ക് ഒരൊറ്റ പരിപാടി ഇതെല്ലാവരുടെ നിന്ന് എല്ലാ ഏരിയയിലോട്ട് എത്തിക്കുക എന്നുള്ളത്. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത് പെട്ടെന്ന് ചെയ്ത് തീർക്കണം, കാരണം പെട്ടെന്ന് വണ്ടി വരുമെന്നും കൂടെ പറഞ്ഞിട്ട് നമുക്ക് സമയമായിപ്പോയി, കുറച്ച് ലേറ്റായിപ്പോയി നമ്മൾ റെഡിയായി വരാനായിട്ട്. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ഐ ഷാഡോ എനിക്ക് കുറച്ച് കൊടുക്കണമെന്ന് ഞാൻ തോന്നി. ഞാൻ ചേട്ടൻ്റെ അടുത്ത് അതിനിടയ്ക്ക് കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ, ഏതൊക്കെ എടുക്കണം, എന്ത് വേണം, എന്ത് വേണ്ട എന്നൊക്കെ ഇങ്ങനെ ചേട്ടൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ഓരോന്ന് ചോദിച്ചു. എനിക്കെപ്പോഴും ഐ ഷാഡോ ഒരു ന്യൂഡ് കളർ സെലക്ട് ചെയ്യാനാണ് ഇഷ്ടം. എനിക്കിങ്ങനെ വലുതായിട്ടൊന്നും കളർ അങ്ങനെ കൊടുക്കാൻ വയ്യ. ന്യൂഡായതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് വലിയ ചേഞ്ചസ് ഒന്നും അറിയാനൊന്നും പറ്റില്ല. പിന്നെ ഞാൻ എന്ത് പറയാനാ, ഞാൻ എൻ്റെ ഡ്രസ്സ് കുറച്ചുകൂടെ കറക്ഷനൊക്കെ വരുത്താമെന്ന് വിചാരിച്ചു. നേരെയൊക്കെ ഇടണ്ടേ, പെട്ടെന്നുള്ള ധൃതിയിൽ വലിച്ചു വാരി ഇട്ടതാണ്. അപ്പോൾ പിന്നെ അവിടെ എത്തുമ്പോൾ പറയാൻ പറ്റില്ലല്ലോ. പിന്നെ നമുക്ക് ബസ് കിട്ടുന്ന സ്ഥലത്തോട്ട് പെട്ടെന്ന് പോവുകയാണ്. പിന്നെ അതിനിടയ്ക്ക് അമ്മേനെ ഒന്ന് കാണണം. പിന്നെന്ത് പറയാനാ, ഇനി എൻ്റെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് കമ്മലിടണം. എനിക്ക് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ മുടീനൊന്ന് ശരിയാക്കി എടുക്കണം എന്നുള്ളതാണ്. എന്ത് പറയാനാ, ഈ ചുരുണ്ട മുടിയുള്ളവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. ഇതെല്ലാം ഒന്ന് ഉടക്കളഞ്ഞെത്തുമ്പോഴത്തേക്കും നല്ലൊരു നേരമാവും. അവസ്ഥ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി അപ്പോഴത്തേക്ക് അതിന് കുറച്ച് കഴിഞ്ഞതും ഓട്ടോ ചേട്ടൻ വരുന്നുണ്ട്. അവിടുന്ന് കാണാൻ പറ്റി നിങ്ങൾക്ക് ഓട്ടോ ചേട്ടൻ വരുന്നത്. പിന്നെ ഞാൻ ഓട്ടോ കയറി, ചേട്ടൻ നേരെ സ്കൂട്ടറിൽ വരുന്നുണ്ട്. ബസ് കിട്ടുന്ന അവിടെ വരെ സ്കൂട്ടർ വെച്ചിട്ട് പോകാനാണ് നമ്മുടെ നിലവിൽ പ്ലാൻ. ചെന്ന ഉടനെ തന്നെ നമുക്ക് ബസ് കിട്ടിയ പാടെ പിന്നെ നമ്മൾ ഇറങ്ങാൻ മാത്രം നേരം കിട്ടിയുള്ളൂ. ബസ് ഇറങ്ങിയതിന് ശേഷം ഞാൻ നേരെ നമ്മൾ നടന്നത് ഓട്ടോ സ്റ്റാൻഡിലോട്ടാണ് കേട്ടോ. കാരണം നമുക്കൊന്ന് ഓട്ടോ പിടിച്ചിട്ട് വേണം നേരെ സ്റ്റേഷനിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഷൂ ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഞാൻ ചേട്ടൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതാണ് കേട്ടോ ഈ ഓട്ടോ സ്റ്റാൻഡ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നേരെ ഒരു ഓട്ടോ കയറി നമ്മൾ നേരെ ഇവിടെ വന്നിറങ്ങി. ഈ സ്റ്റേഷനിൽ നിന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ വന്നു. ഇവിടെ വന്നിട്ട് പ്ലാറ്റ്ഫോമിൽ കയറിയതിന് ശേഷം നമ്മൾ പിന്നെ ഒരു പ്ലാൻ ചെയ്തു. നമുക്ക് പെട്ടി കുറേ ഉണ്ടല്ലോ, അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്ലോക്ക് റൂമിൽ വെക്കാമെന്ന്. ക്ലോക്ക് റൂമിലൊക്കെ വെച്ചിട്ട് നമ്മൾ ഹോട്ടലിൽ പോയി ഒരു ഷവർമ അടിച്ചു, ഒരു ചായ കുടിച്ചു. ഇതെല്ലാത്തിന് ശേഷമാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാണ് കേട്ടോ നമ്മളെ ഡിന്നറ്. ഞാൻ മാത്രമല്ല ചേട്ടനും. പിന്നെ നമ്മൾ ട്രെയിൻ വരാൻ ടൈമായെന്നും പറഞ്ഞ് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട്. എൻ്റെ ട്രെയിൻ വരുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 3 തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ലിഫ്റ്റിൽ കയറി. കുറച്ച് ലഗേജസ് ഉള്ളതല്ലേ, അപ്പം നമുക്കെല്ലാം കൂടെ സ്റ്റേഴ്സിൽ കൊണ്ടു നടക്കാൻ പറ്റില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നേരം എൻ്റെയും ചേട്ടൻ്റെ ഷോ. അത് നിങ്ങൾ സഹിച്ചോ, അതല്ലാണ്ട് വേറെ വഴിയില്ല. ശേഷം നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. നമുക്കിനി ട്രെയിനിൻ്റെ അകത്ത് കയറുന്നൊരു ടാസ്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. AC ആണ് കേട്ടോ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താ പറയുക, കുറച്ച് നേരം പിടിച്ചു ട്രെയിൻ എടുക്കാനായിട്ട്. പിന്നെ എന്താ പറയുക, ഒരു സിനിമയൊക്കെ കാണാനായിട്ട് ഡൗൺലോഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കിയും കണ്ടു ഞാൻ നേരെ പുതച്ച് ഉറക്കി കിടന്നു കേട്ടോ. എനിക്ക് വയ്യ, തണുപ്പടിച്ചിട്ട് വയ്യാണ്ടായി. പിന്നെ ചേട്ടൻ കുറേ നേരം ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ. അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റു, ഞാൻ പല്ല് തേച്ചു, മുഖമൊക്കെ ഫ്രഷായി. വെളുപ്പിന് 5-5:30 ആയപ്പോഴത്തേക്ക് നമ്മൾ ബാംഗ്ലൂർ എത്തി കേട്ടോ. ബാംഗ്ലൂർ KR പുരം സ്റ്റേഷനിലാണ് നമ്മൾ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. KR പുരം സ്റ്റേഷൻ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പേർക്കും അറിയാവുന്നൊരു സ്റ്റേഷനാണ്. ഇതാണ് കേട്ടോ നമ്മൾ വന്ന ട്രെയിൻ. സെയിം കമ്പാർട്ട്മെൻറ്റ് കോച്ചാണ് ഈ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് കുറച്ച് നേരം പിടിച്ചു വെളിയിലോട്ട് ഇറങ്ങാൻ. കാര്യം വേറൊന്നും കൊണ്ടല്ല, ഒരു 6 മണിയൊക്കെ ആയിട്ട് ഇറങ്ങിയാൽ മതി എന്നൊരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ നേരെ പുറത്തോട്ടുള്ള വഴി നടക്കുവാണേ. പുറത്തോട്ട് വന്നപ്പോൾ നേരെ പരപരാ വെളുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ കാറ് വരുന്നുണ്ട് കേട്ടോ. കാറിന് വേണ്ടി കുറേ നേരം കാത്തു നിന്നു. പിന്നെ നമ്മുടെ കാറ് കിട്ടി. പിന്നെ ബാംഗ്ലൂരിലെ 2 ടൈപ്പ് ബസ്സുണ്ട്. ഒന്ന് ഈ കാണുന്ന KSRTC, കർണാടക സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നത്. പിന്നെ ഈ ഒരു BMTC, ഇതിൻ്റെ ഫുൾ ഫോം ഒന്നും എൻ്റെ അടുത്ത് ചോദിക്കില്ല, എനിക്കറിഞ്ഞൂടാ. ഇതാണ് BMTC ബസ്.
രാവിലെ ആയപ്പോഴും നല്ല തിരക്ക് കണ്ടോ? ഇതാണ് കേട്ടോ നമ്മളെ വീട്. കൂടുതൽ വീഡിയോസിൽ ഞാൻ ഈ വീട് ഉൾപ്പെടുത്താൻ മറക്കില്ല കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.